ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 5th ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവും. അപ്പം ഇന്നലെ സ്റ്റേ ചെയ്തത് 10 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞ ഒരു ഇടുക്കിയിലെ ഒരു റിസോർട്ടിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീക്കണ പതിവൊന്നുമില്ലെങ്കിൽ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. ഏതായാലും നേരത്തെ എണീറ്റു എന്നാൽ പിന്നെ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുങ്ങി കെട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ കോണി ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. തേയിലക്കാടുകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിലെ ഓരോ കോട്ടേജുകൾ ഇവർ പണിതിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു കോണിയാണ്, പക്ഷേ ഭയങ്കര ഡീപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാനും കയറാനൊക്കെ പറ്റും കേട്ടോ. ഇവരുടെ റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ ഇവരുടെ ഒരു കുഞ്ഞൻ റെസ്റ്റോറൻറ്റൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ടാണ് കേട്ടോ കയറി വരേണ്ടത്. നമ്മൾ നിൽക്കുന്ന കോട്ടേജ് താഴെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇടുക്കിയുടെ സൗന്ദര്യം മൊത്തം കാണാം കേട്ടോ. നമ്മൾ ഇന്നലെ പോയ റിസോർട്ടിൽ അവഗാഡോ ആണ് വെച്ച് പിടിപ്പിച്ചെങ്കിൽ ഇവിടെ മൊത്തം ഓറഞ്ചുകളാണ് കേട്ടോ. പലതരത്തിലുള്ള ഓറഞ്ചാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബഫറ്റൊന്നുമല്ല, ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഓറഞ്ചൊക്കെ നോക്കി കണ്ടു. അത് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പലതരത്തിലുള്ള ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ കുഞ്ഞുഞ്ഞീതായിരുന്നു. അപ്പോൾ നമ്മൾ പറിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഇന്ന് അത്ര ആൾക്കാരൊന്നും സ്റ്റേ ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കോട്ടേജുകളൊക്കെ ഒന്ന് നടന്ന് കാണാൻ പറ്റി. അപ്പോൾ ചില ഫാമിലി കോട്ടേജ് പോലത്തെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കോട്ടേജുകളുണ്ട്. അപ്പോൾ നമ്മൾ നിന്നത് ഒരു സാധാരണ റൂമും ബാൽക്കണിയും കൂടിയിട്ടുള്ള ഒരു റൂമിലാണ്. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ മൊത്തം ഏലത്തിൻ്റെ കൃഷികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. അപ്പോൾ അവിടുത്തെ മാനേജർ ചേട്ടനാണ് പറഞ്ഞത് ഇവിടുന്ന് ഭയങ്കര അടുത്താണ് കാൽവരി മൗണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് അതിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടേക്കൂന്ന്. ചൂടിൻ്റെ കാഠിന്യം കാരണം ഞങ്ങൾ ചെറുതായി ഒന്ന് മടിച്ചെങ്കിലും ഏതായാലും ഇവിടെ എത്തിയതല്ലേ, എന്നാൽ പോയി കണ്ടേച്ച് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. അഡൽസിന് 40 രൂപയാണ്. അവിടെ എത്തിയിട്ടുള്ള ഈ വ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെന്ന് തോന്നിട്ടോ. അവിടെ ഈ മൗണ്ടൻ്റെ മീതെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടൊന്നും ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിമാരൊന്നും അതിനെ തടയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഏതായാലും താഴത്തേക്കൊന്നും പോയില്ല. ഇതുപോലെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പാതകൾ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ തന്നെ നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹട്ടുകളും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു കാര്യം മനസ്സിലായത്. ഈ കാൽവരി മൗണ്ടിൻ്റെ ചർച്ച് വേറെ സ്ഥലത്തും അതിൻ്റെ വ്യൂ പോയിൻ്റ് വേറെ സ്ഥലത്തുമാണ്. അപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലത്ത് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നേച്ചർ, ഈ വെള്ളവും ഈ ചുറ്റുഭാഗമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വരച്ച് വെച്ച പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതിൻ്റെ റിസപ്ഷൻ ഏരിയയ്ക്ക് വന്നപ്പോൾ നമ്മുടെ KSRTCയുടെ ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു പാക്കേജ് പോലെയായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടുത്തെ 40 രൂപയുടെ പാസ്സൊന്നും എടുക്കണ്ട, ഡയറക്റ്റായിട്ട് കാണാൻ പോകാമായിരുന്നു. ഇങ്ങനെ ബോർഡുകളൊക്കെ കേരള ടൂറിസത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇവിടെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇത് കൊക്കോ ട്രീയുടെ മുകളിൽ കൊക്കോ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കൊക്കോ ഉണ്ടായി നിൽക്കുന്നത്. ചുവപ്പ് കളറിൽ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ വ്ളോഗ്സൊക്കെ ഇട്ടപ്പോഴേ എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിച്ചു പിള്ളേരെ കൂട്ടാതെ പോകുമ്പോൾ എന്ത് രസമാണ് കിട്ടണേന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഇത്ര വിഷമമായെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അവരത് പോയി നോക്കാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന്. നിങ്ങളൊന്ന് പോയി നോക്കൂ കേട്ടോ, അതിൻ്റെ സന്തോഷം വേറെ ഒന്നും തന്നെയാണ്. അത് പിള്ളേരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. കൊല്ലത്തിലൊരിക്കലേ ഇതുപോലെ നമ്മൾ 2 പേരും തമ്മിൽ യാത്ര പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ 10 ഇരട്ടി നമ്മളിതിങ്ങനെ യാത്ര പോകുമ്പോൾ കാറിലിരുന്നും അല്ലാതെയൊക്കെ സംസാരിക്കും കേട്ടോ. പിന്നെ ആ സമയത്ത് പ്രത്യേകിച്ച് ടെൻഷനുകളൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞ് വാശി പിടിക്കാനും നമ്മുടെ കൂടെ ആരുമില്ല. പിള്ളേരായിട്ടുള്ള ട്രിപ്പുകൾ നമുക്ക് വേറെയും പോവാം. പക്ഷെ ഇങ്ങനൊരു കുഞ്ഞ് ട്രിപ്പ്, ഇത് ഇന്ത്യക്ക് പുറത്ത് വലിയ പൈസ മുടക്കി പോകണമെന്നൊന്നുമല്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളിലേക്കായാലും അത് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവരുടെ സന്തോഷം കാണണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി കയ്യിൽ കരുതണേ. അപ്പോൾ പോകുന്ന വഴിയിൽ അവർക്കുള്ള ഫുഡ് ഐറ്റംസും കുറച്ച് ഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് ചെല്ലാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയത് കുറച്ച് ഇടുക്കിയിൽ നിന്നും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വിശാൽ മാർട്ടിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂർ വരെ നല്ല അടിച്ച് പൊളിച്ച് വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്ത് എത്താനായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ബ്ലോക്ക്.
പിന്നെ ഈ ട്രിപ്പിലുണ്ടായിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ക്ഷാമമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച ഫുഡൊന്നും എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പൂരിയും കറിയൊക്കെ മിക്ക സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ. ദോശ ഐറ്റംസും ചായക്കുമായിരുന്നു ഏറ്റവും ക്ഷാമം. മന്തിയൊക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു, അൽഫാം, ഷവർമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇതുപോലത്തെ ഫാമിലി വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.